വചനം 20. വാക്കർത്ഥം. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, യഅലമു, അറിയുന്നു, അന്നക തഖൂമു, നീ എഴുന്നേൽക്കുന്നു എന്ന്, നീ നമസ്കരിക്കുന്നു എന്ന്, അദ്ന, അടുത്തത്, ഏതാണ്ട്, മിൻ സുലുസൈ, മൂന്നിൽ രണ്ടംശത്തോട്, അല്ലൈലി, രാത്രിയുടെ, വനിസ്ഫഹു, അതിൻ്റെ പകുതിയും, വസുലുസഹു, അതിൻ്റെ മൂന്നിലൊന്നും, വത്വാഇഫത്തുൻ, ഒരു വിഭാഗവും, കൂട്ടരും, മിനല്ലദീന, യാതൊരുവരിൽ നിന്ന്, മഅക, നിന്റെ കൂടെയുള്ള, വല്ലാഹു, അല്ലാഹുവത്രേ, യുഖദ്ദിറു, കണക്കാക്കുന്നു, നിർണയിക്കുന്നത്, അല്ലൈല വന്നഹാറ, രാവിനെയും പകലിനെയും, അലിമ, അവൻ അറിഞ്ഞിരിക്കുന്നു, അവനറിയാം, അല്ലൻ തുഹ്സൂഹു, നിങ്ങളതിനെ ക്ലിപ്തമാക്കുകയില്ലെന്ന്, തിട്ടപ്പെടുത്തുകയില്ലെന്ന്, സൂക്ഷ്മമായി അറിയുകയില്ലെന്ന്, ഫതാബ, ആകയാൽ അവൻ മടക്കം സ്വീകരിച്ചു, അലൈക്കും, നിങ്ങളുടെ പേരിൽ, ഫഖ്റഉ, ഇനി അതിനാൽ നിങ്ങൾ ഓതുവീൻ, പാരായണം ചെയ്യുവീൻ, മാ തയസ്സറ, സൗകര്യപ്പെട്ടത്, എളുപ്പമായത്, മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന്, അലിമ, അവനറിയാം, അൻ സയകൂനു, ആയിത്തീരും, വഴിയേ ഉണ്ടാകും എന്ന്, മിൻകും, നിങ്ങളിൽ നിന്ന്, മർള, രോഗികൾ, വആഖറൂന, വേറെ ചിലർ, മറ്റു ചിലർ, യദ്രിബൂന, അവർ സഞ്ചരിക്കും, ഫിൽ അർളി, ഭൂമിയിൽ, യബ്തഗൂന, അന്വേഷിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്, മിൻ ഫദ്ലില്ലാഹി, അല്ലാഹുവിൻ്റെ ദയവിൽ നിന്ന്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്, വആഖറൂന, വേറെ ചിലർ, യുഖാതിലൂന, യുദ്ധവും ചെയ്യും, ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, ഫഖ്റഉ, അതിനാൽ നിങ്ങൾ ഓതുവീൻ, മാ തയസ്സറ, സൗകര്യമായത്, മിൻഹു, അതിൽ നിന്ന്, വഅഖീമു, നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവീൻ, അസ്വലാത്ത, നമസ്കാരം, വആത്തുസ്സക്കാത്ത, സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക, വഅഖ്റിദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് കടം കൊടുക്കുകയും ചെയ്യുവീൻ, ഖർളൻ, കടം, ഒരു കടം, ഹസനൻ, നല്ലതായ, വമാ തുഖദ്ദിമു, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത്, എന്തു മുന്തിച്ചാലും, ലിഅൻഫുസിക്കും, നിങ്ങൾക്കു തന്നെ വേണ്ടി, മിൻ ഖൈരിൻ, നല്ലതായിട്ട്, ഉത്തമമായതിൽ നിന്ന്, വല്ല നന്മയും, തജിദൂഹു, നിങ്ങളത് കണ്ടെത്തും, നിങ്ങൾക്ക് കിട്ടും, ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ, ഹുവ, അത് തന്നെ, ഖൈറൻ, ഗുണമായിട്ട്, ഉത്തമമായ നിലയ്ക്ക്, വഅഅളമ, ഏറ്റം മഹത്തായതായും, അജ്റൻ, പ്രതിഫലം, വസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവീൻ, അല്ലാഹുവോട്, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, അർ-റഹീമുൻ, കരുണാനിധിയാണ്. إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن علم أن سيكون منكم
منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. നിശ്ചയമായും നിന്റെ റബ്ബ് അറിയുന്നു, രാത്രിയുടെ ഏതാണ്ട് 2/3 പകുതിയും 1/3 സമയം നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും എഴുന്നേറ്റ് നമസ്കരിച്ചു വരുന്നുണ്ടെന്ന്. അല്ലാഹുവത്രേ രാത്രിയെയും പകലിനെയും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് തിട്ടമായി ക്ലിപ്തപ്പെടുത്താവതല്ല എന്ന് അവനറിയാം. ആകയാൽ അവൻ നിങ്ങളുടെ പേരിൽ ഇളവു നൽകി മടക്കം സ്വീകരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നമസ്കരിച്ചുകൊള്ളുവീൻ. അവനറിയാം നിങ്ങളിൽ രോഗികൾ ഉണ്ടായേക്കുന്നതാണെന്ന്. വേറെ ചിലർ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുമെന്നും വേറെ ചിലർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുമെന്നും അവനറിയാം. അതിനാൽ നിങ്ങൾ അതിൽ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നമസ്കരിച്ചുകൊള്ളുക. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിന് നല്ല കടം കൊടുക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വെക്കുന്നതായാൽ അത് കൂടുതൽ ഗുണകരമായതും വളരെ മഹത്തായ പ്രതിഫലമുള്ളതായും അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ അതിനെ കണ്ടെത്തുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുവീൻ. നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വചനം 20 വിശദീകരണം. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് തനിക്കു പറഞ്ഞു തരണമെന്ന് സഅദ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിച്ചു, താൻ ഈ സൂറത്ത് മുസ്സമ്മിൽ ഓതാറില്ലേ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇല്ലാതെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നാൽ ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ അല്ലാഹു രാത്രി നമസ്കാരം നിർബന്ധമാക്കി. അങ്ങനെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും 1 കൊല്ലത്തോളം അവരുടെ പാദങ്ങളിൽ നീരുകെട്ടുമാറ് നമസ്കാരം നിർവഹിച്ചു വന്നു. 12 മാസക്കാലം ഈ സൂറത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു ആകാശത്ത് സൂക്ഷിച്ചു വച്ചു, അഥവാ അവതരിപ്പിച്ചില്ല. പിന്നീട് സൂറത്തിൻ്റെ അവസാനത്തിൽ ലഘൂകരണം അവതരിപ്പിച്ചു. അങ്ങനെ രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നതിന് ശേഷം അത് ഐച്ഛിക കർമ്മം അഥവാ നാഫിലത്ത് ആയിത്തീർന്നു. അബൂദാവൂദ്, മുസ്ലിം, ദാരിമി, നസായി. 1 കൊല്ലക്കാലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും രാത്രി നമസ്കാരം നിർബന്ധകർമ്മമായി ആചരിച്ചു വന്നത് എന്നാണല്ലോ ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചിരിക്കുന്നത്. വേറെ ചില സ്വഹാബികളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകളിൽ കൂടുതൽ കൊല്ലങ്ങളോളം അത് നിർബന്ധമായിരുന്നുവെന്നും വന്നിരിക്കുന്നു. അതിനാൽ രാത്രി നമസ്കാരത്തിൻ്റെ നിർബന്ധ നിയമം എത്ര കാലം നിലനിൽക്കുകയുണ്ടായെന്ന് തീർത്തു പറയുവാൻ നമുക്ക് പ്രയാസമുണ്ട്. സൂറത്തിൻ്റെ ആദ്യ ഭാഗം അവതരിച്ച കാലത്ത് ഒരുപക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ
ജനിച്ചിരുന്നുവോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിനറിയാം. ഏതായാലും ഈ ആയത്തിൽ നിന്ന് നമുക്ക് താഴെ കാണുന്ന സംഗതികൾ മനസ്സിലാക്കാവുന്നതാണ്. ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ ഈ സൂറത്തിലെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നതുപോലെ രാത്രി നമസ്കാരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കുറേ കാലം ഒരു നിർബന്ധ കടമയെന്ന നിലയ്ക്ക് അത് ആചരിച്ചു വന്ന ശേഷമാണ് ഈ വചനം മുഖേന പ്രസ്തുത നിർബന്ധം ഇളവ് ചെയ്യപ്പെട്ടത്. ചിലപ്പോൾ രാത്രി ഏതാണ്ട് 2 ഭാഗവും, ചിലപ്പോൾ പകുതിയും, മറ്റു ചിലപ്പോൾ 1 ഭാഗവും അവർ നമസ്കരിച്ചിരുന്നു. സമയം ക്ലിപ്തമായി അറിയത്തക്ക ഘടികാരം മുതലായ ഉപകരണങ്ങളില്ലാത്ത കാലത്ത് സമയം കൃത്യമായി കണക്കാക്കുവാൻ പ്രയാസമാണല്ലോ. മാത്രമല്ല, നിർബന്ധ കൽപ്പന വന്നപ്പോൾ തന്നെ രാത്രിയുടെ പകുതിയോ അല്ലെങ്കിൽ കൂടുതലോ അല്പം കുറച്ചോ സമയം എടുക്കാവുന്നതാണെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2, 3, 4 വചനങ്ങൾ നോക്കുക. ഏതായാലും ഇത്രയും സമയം രാത്രി ഉറക്കമൊഴിച്ച് കാലിൽ നീരുപോലും കെട്ടുമാറ് ആ കൃത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും തെറ്റാതെ അനുഷ്ഠിച്ചു വരുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ അവർക്കുള്ള താൽപ്പര്യവും അള്ളാഹു കണ്ടറിയുന്നുണ്ട്. രാപ്പകലുകളുടെ ഏറ്റക്കുറവുകളും ഓരോന്നിൻ്റെ കൃത്യ അളവുകളും അവയിൽ എന്തെല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്നുവെന്ന സൂക്ഷ്മ വിവരവും അള്ളാഹുവിങ്കലുണ്ട്. അവയുടെ നിയന്ത്രണം അവൻ്റെ പക്കലാണുള്ളത്. സൃഷ്ടികൾക്കതൊന്നും ശരിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രസ്തുത നിർബന്ധത്തെ, ഉജൂബിനെ നിങ്ങളുടെ പേരിൽ അവൻ മടക്കം സ്വീകരിച്ചിരിക്കുന്നു. ഫതാബ അലൈക്കും എന്ന വാക്യം മുഖേന അള്ളാഹു ഇളവ് ചെയ്തിരിക്കുകയാണ്. ഇനി മേലിൽ രാത്രി നമസ്കാരം അത്ര കർശനമായി ആചരിക്കേണ്ടതില്ല. ഓരോരുത്തൻ്റെയും കഴിവും സൗകര്യവുമനുസരിച്ച് അനുഷ്ഠിച്ചാൽ മതിയാകും എന്നത്രേ ഖുർആനിൽ നിന്നും സൗകര്യമായത് ഓതിക്കൊള്ളുക അഥവാ ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന വാക്യത്തിൻ്റെ താൽപ്പര്യം. നമസ്കാരത്തിൻ്റെ ദൈർഘ്യം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും അതിലെ ഖുർആൻ പാരായണത്തിൻ്റെ തോതനുസരിച്ചായിരിക്കുമല്ലോ. രാത്രി നമസ്കാരത്തിൻ്റെ നിർബന്ധത്തിലും സമയദൈർഘ്യത്തിലും ഇളവ് നൽകുവാനുള്ള കാരണവും ഈ വചനത്തിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ചിലർ രോഗബാധിതരായിരിക്കാം. മറ്റു ചിലർ ഉപജീവനമാർഗം അന്വേഷിച്ചും മറ്റും യാത്രകളിൽ ഏർപ്പെട്ടേക്കാം. വേറെ ചിലർ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധത്തിൽ ഏർപ്പെട്ടേക്കാം. ഇങ്ങനെ പല അസൗകര്യങ്ങളും സത്യവിശ്വാസികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്നതാണ്. ഇങ്ങനെയുള്ള കാരണത്താലാണ് സൗകര്യമനുസരിച്ച് നിർവഹിച്ചാൽ മതിയെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ഈ വചനം അവതരിക്കുന്ന കാലത്ത് ഇസ്ലാമിൽ യുദ്ധം നടപ്പാക്കപ്പെട്ടിട്ടില്ല. മക്കീ സൂറത്തുകളിൽ പെട്ടതാണല്ലോ ഈ അധ്യായം. അപ്പോൾ വരാനിരിക്കുന്ന മുടക്കുകളെ നേരത്തെ തന്നെ പരിഗണിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തെയും അനുഗ്രഹത്തെയുമാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രവചനം കൂടിയായിരിക്കും. കൂടാതെ കച്ചവടം, കൃഷി മുതലായ ഉപജീവനമാർഗങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട കാര്യമാണെന്നുകൂടി ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. ഫഖ്റഉ മാ തയസ്സറ മിൻഹു, ഖുർആനിൽ നിന്നും സൗകര്യമായത് ഓതിക്കൊള്ളുവീൻ അഥവാ സൗകര്യപ്പെട്ടിടത്തോളം നമസ്കരിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. നിർബന്ധമില്ലെങ്കിലും നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി തന്നെ നിങ്ങളത് കഴിവതും അനുഷ്ഠിക്കേണ്ടതുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. രാത്രി നമസ്കാരത്തെപ്പറ്റി പല ഖുർആൻ വചനങ്ങളിലും നബി വചനങ്ങളിലും ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് പ്രസിദ്ധമാണല്ലോ. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഓരോരുത്തനും അവനവൻ്റെ ഭാവി നന്മയ്ക്കു വേണ്ടി സൽക്കർമ്മങ്ങൾ സമ്പാദിക്കേണ്ടതുണ്ടെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതും സ്മരണീയമാകുന്നു. നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമില്ലെന്നും
സൗകര്യപ്പെടുന്ന മറ്റേതെങ്കിലും ഖുർആൻ വചനങ്ങൾ മാത്രം ഓതിയാലും മതിയാകുമെന്നും ഈ വാക്യത്തെ ആസ്പദമാക്കി ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സൂറത്തു ഫാത്തിഹ നിർബന്ധമാണെന്നുള്ളതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാകുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: ലാ സ്വലാത്ത ലിമൻ ലാ യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, മുത്തഫഖുൻ അലൈഹി. ഫാത്തിഹത്തുൽ കിതാബിനെ, വേദഗ്രന്ഥത്തിലെ പ്രാരംഭ അധ്യായത്തെ ഓതാത്തവന് നമസ്കാരമില്ല. ബുഖാരി, മുസ്ലിം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പുറമേ വേറെയും സൂറത്തുകൾ നമസ്കാരത്തിൽ ഓതുക തിരുമേനിയുടെ പതിവായിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതും പൊതുവിൽ അറിയപ്പെട്ടതാണ്. രാത്രി നമസ്കാരത്തെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം നമസ്കാരത്തെ നിലനിർത്തണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും അഥവാ അഖീമുസ്വലാത്ത വ ആത്തു സക്കാത്ത് പറഞ്ഞിരിക്കുന്നത് 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളെയും നിർബന്ധ ധർമ്മത്തെയും ഉദ്ദേശിച്ചാകുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാവുയാത്രയും വാനയാത്രയും അഥവാ ഇസ്രാഉം മിഅ്റാജും ഉണ്ടായ രാത്രിയിലാണ് 5 നേരത്തെ നമസ്കാരം നിയമിക്കപ്പെട്ടത്. ഇത് തിരുമേനി മക്കയിൽ താമസിച്ചിരുന്ന കാലത്താണ്. എന്നാൽ സക്കാത്താകട്ടെ മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സക്കാത്ത് കൊടുക്കുവാൻ കൽപ്പിച്ചതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. 1. ചെറിയ പെരുന്നാൾ ദിവസം നൽകേണ്ടുന്ന ഫിത്ർ സക്കാത്താണ് ഇവിടെ ഉദ്ദേശ്യം. 2. നിലവിലുള്ള സക്കാത്ത് നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് മറ്റു ചിലതരം ധർമ്മങ്ങൾ നിർബന്ധമുണ്ടായിരുന്നു, അതാണുദ്ദേശ്യം. 3. സക്കാത്തിൻ്റെ നിർബന്ധം മക്കയിൽ വച്ചു തന്നെ അവതരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ വിശദ സ്വഭാവം മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടത്. 4. നിലവിലുള്ള സക്കാത്ത് തന്നെയാണ് ഉദ്ദേശ്യം. ഈ ആയത്തിൻ്റെ അവതരണം ഉണ്ടായത് മക്കയിൽ വച്ചല്ല, മദീനയിൽ വച്ചാണെന്ന അഭിപ്രായത്തെ ആസ്പദമാക്കിയാണ് ഈ പറഞ്ഞത്. ഒരു പക്ഷേ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന സക്കാത്തിനെപ്പറ്റി നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചതായിരിക്കുവാനും സാധ്യതയുണ്ട്. അല്ലാഹു അലം. ഏതായാലും നിർബന്ധമായ നമസ്കാരത്തെയും നിർബന്ധമായ സക്കാത്തിനെയും കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. കാരണം തുടർന്നുള്ള വാക്യത്തിൽ അള്ളാഹുവിന് നല്ലതായ കടം കൊടുക്കുകയും ചെയ്യുവീൻ വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസന എന്നു പറഞ്ഞുവല്ലോ. ഇത് ഏതെങ്കിലും ഒരു നിശ്ചിത നിർബന്ധത്തെ ഉദ്ദേശിച്ചാവാൻ തരമില്ല. ഐച്ഛികമായ ദാനധർമ്മങ്ങളെ ഉദ്ദേശിച്ചാകുവാനാണ് സാധ്യത. വഅഖ്രിദുല്ലാഹ, അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന പ്രയോഗത്തെപ്പറ്റി സൂറത്തു ഹദീദിൻ്റെ 11-ാം വചനത്തിലും സൂറത്തു തഗാബുൻ 17-ാം വചനത്തിലും വിവരിച്ചത് ഓർക്കുക. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വച്ചാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഉത്തമമായും വമ്പിച്ച പ്രതിഫലമുള്ളതായും നിങ്ങൾക്ക് കണ്ടെത്താം. വമാ തുഖദ്ദിമു ലി അൻഫുസിക്കും എന്ന വാക്യം നമസ്കാരം, ധർമ്മം തുടങ്ങിയ എല്ലാവിധ പുണ്യകർമ്മങ്ങളെയും കുറിച്ചുള്ള പ്രോത്സാഹനമാകുന്നു. കേവലം ചെറുതെന്നോ നിസ്സാരമെന്നോ കരുതി ഏതൊരു സൽക്കാര്യത്തെയും അവഗണിക്കരുതെന്നും ഏതൊരു സൽക്കർമ്മവും അള്ളാഹു പാഴാക്കുകയില്ലെന്നും ഓരോന്നിനും പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതിഫലം അവൻ നൽകുമെന്നും അള്ളാഹു അറിയിക്കുന്നു. നിർബന്ധ കടമകൾ കൊണ്ട് മതിയാക്കാതെ ഐച്ഛികമായ സൽക്കർമ്മങ്ങൾ കഴിവതും ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കുന്നത് ആവശ്യമാണ് എന്നുള്ള ഒരു ഉപദേശവും അതിലടങ്ങുന്നു. അവസാനമായി എല്ലാവരും പാപമോചനം തേടിക്കൊണ്ടിരിക്കണമെന്ന് അള്ളാഹു ഉപദേശിക്കുന്നു. സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പാപമോചനം തേടലിനുള്ള അഥവാ ഇസ്തിഗ്ഫാറിനുള്ള പ്രത്യേക സ്ഥാനം ഇതിൽ നിന്നും മനസ്സിലാക്കാം. മനുഷ്യൻ എത്ര തന്നെ പരിശുദ്ധനും സൽക്കർമ്മിയുമായി കൊള്ളട്ടെ, അവൻ്റെ പക്കൽ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിരിക്കും.
ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നു: ആദമിൻ്റെ മക്കളെല്ലാം അബദ്ധം പിണയുന്നവരാണ്. അബദ്ധം പിണയുന്നവരിൽ വെച്ച് ഉത്തമന്മാർ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാകുന്നു. തിർമിദി, ഇബ്നു മാജ. ആ നിലയ്ക്ക് താൻ ഒരു പാപം ചെയ്തതായി തോന്നാത്തവൻ പോലും അള്ളാഹുവിനോട് പാപമോചനം തേടാതിരിക്കുവാൻ നിവൃത്തിയില്ല. മനുഷ്യരിൽ വച്ച് ഏറ്റവും ഉത്കൃഷ്ടനും പാപരഹിതനുമായ ദേഹം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. തിരുമേനി പോലും ദിനംപ്രതി 70-100 പ്രാവശ്യം പാപമോചനം തേടിയിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാണ്. പാപമോചനം തേടുന്നത് നിമിത്തം പാപങ്ങൾ പൊറുത്തു കിട്ടുന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും അത് കാരണമാണെന്നുകൂടി ഉണർത്തിക്കൊണ്ടാണ് അള്ളാഹു അദ്ധ്യായം സമാപിപ്പിക്കുന്നത്. അതെ, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. റബ്ബനഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദൈന വലിദുർരിയ്യതിന വലിൽ മുഅ്മിനീന വലിൽ മുഅ്മിനാത്തി അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്ന വൽ ഫദ്ൽ.